ഞങ്ങൾക്കൊരു ക്ലയൻറ്റ് ഉണ്ട്. അവരുടെ മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ലിക്വിഡ് ഡിറ്റർജൻ്റ് എന്താ വളരെ പ്രീമിയം പ്രൊഡക്റ്റാണ് വരുന്നത്. പക്ഷേ അതിന് പ്രൈസ് ഹൈ ഉണ്ട്. കസ്റ്റമർ അതൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് സെയിൽ വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ സെയിൽ കുറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഒരു സജസ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് എന്തുകൊണ്ട് സാക്ഷി പാക്കേജിങ് ചെയ്തുകൂടാ. അപ്പോൾ ചോദിച്ചു എന്താ സാക്ഷി പാക്കേജിങ്? അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ മാർക്കറ്റിലൊക്കെ നമ്മളെ ഷോപ്പിലൊക്കെ, അതായത് ഈ ഹോളിക്സിൻ്റെയും ബൂസ്റ്റിൻ്റെയും ഷാംപൂസിൻ്റെ ഒക്കെ ഒരു മാല പോലെ തൂക്കിക്കുന്ന ഐറ്റംസ് കണ്ടിട്ടുണ്ടാവും. ഇതുപോലെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇറക്കിക്കൂടാ? കസ്റ്റമർ സംബന്ധിച്ച് ചെറിയ എമൗണ്ട്, ചിലപ്പോൾ 2 രൂപ 5 രൂപ ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ അത് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ഇത് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തു മാർക്കറ്റിൽ. അതിനുശേഷം ഒരു സെയിൽ കൂടിക്കാണ്. കാരണം വെച്ചാൽ ഒരു കസ്റ്റമർ മനസ്സിലായി ഇത് ഇത്രയും പ്രീമിയം പ്രൊഡക്റ്റാണ്, നല്ല ക്വാളിറ്റി ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റ് ഉണ്ട്, നിങ്ങൾക്കറിയാം നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇത്രയും ക്വാളിറ്റി ഉണ്ടെന്ന് അറിയാം. പക്ഷേ നമുക്ക് മാത്രം അറിഞ്ഞുകൊണ്ട് കാര്യമില്ല, കസ്റ്റമേഴ്സ് കൂടി അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യണം ഇത് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണെന്ന്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് ചൂസ് ചെയ്യുക സാക്ഷി പാക്കേജിങ് തന്നെയാണ്. അപ്പോൾ ഇതിന് വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീൻ വേണം. എങ്കിലേ ഞങ്ങൾക്ക് ഒരു പ്രിൻ്റർ റോൾസ് ആയി തന്ന് ആ പ്രിൻ്റർ റോൾസ് നിങ്ങൾ മെഷീനിൽ ഫീഡ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റും ഇതും ഒരു പാക്കേജിങ് ആയിട്ട് ഒരു മാല പോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ മാർക്കറ്റിൽ പ്രസൻറ്റ് ചെയ്യാം. ഒരു ചെറിയ സാമ്പിൾ കാരണം തന്നെ നിങ്ങളെ റവന്യൂ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യാൻ പറ്റും.